കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വർഗീയ കക്ഷികൾ SFIക്കാരായ മുഴുവൻ സഖാക്കൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാരം ഞങ്ങളെ ഹിന്ദുത്വ വിരോധികൾ എന്നാണ് ചാപ്പ് കുത്തിയിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ മുസ്ലിം വിരോധികൾ എന്നാണ് ചാപ്പ് കുത്തിയിരിക്കുന്നത്. ഏതായാലും സംഘപരിവാരത്തിൻ്റെ ചാപ്പുകുത്തലും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാപ്പുകുത്തലും കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. കേരളത്തിലെ SFI ഏറ്റവും ശരിയായ പാതയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന നല്ല ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. രാജ്യത്താകെ വർഗീയതയ്ക്കെതിരായി SFI നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ SFI വർഗീയതയ്ക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ മാറ്റാൻ ഞങ്ങൾക്കാകുന്നു എന്നത് ഈ വർഗീയവാദികൾ ഞങ്ങൾക്കെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളിൽ നിന്ന് സുവ്യക്തമായി കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യർക്കും മനസ്സിലാവുന്നു എന്നത് ഞങ്ങളെ ഏറെ അഭിമാനിപ്പിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ യഥാർത്ഥ മനുഷ്യരായി കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളായി കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങൾ മാറുന്നു എന്നത് ഞങ്ങൾ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മളെല്ലാവരും ജീവിക്കുന്ന കേരളത്തിലല്ലേ? കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മതനിരപേക്ഷ നിലപാടുകളാണ്. എങ്ങനെയാണ് കേരളത്തിന് മറ്റ് മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെയൊരു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത്? നമ്മളൊരു ചരിത്ര പശ്ചാത്തലം നോക്കണ്ടേ? ആ ചരിത്ര പശ്ചാത്തലം പോരാട്ടങ്ങളുടെ ചരിത്ര പശ്ചാത്തലമായിരുന്നില്ലേ? കേരളത്തെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയുടെ പൊതുവായ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കി ഒരു സംസ്ഥാനമായി രൂപപ്പെടുത്താൻ പ്രേരകമായത് ഈ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങളുടെ ചരിത്ര വസ്തുത എന്താണ്? ഏതെങ്കിലും ഒരു സാമൂഹ്യ വിഭാഗം മാത്രം നടത്തിയ പോരാട്ടങ്ങളായിരുന്നു? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ ശക്തി ആ സാമൂഹ്യ വിഭാഗത്തിൻ്റെ മാത്രം ഉന്നമനത്തിൽ നടത്തിയ പോരാട്ടങ്ങളായിരുന്നു? നിങ്ങൾ നോക്കൂ, കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തൊഴിലാളി പക്ഷ പോരാട്ടങ്ങളായിരുന്നു. ആ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു സ്വത്ത സംഘടന, ആ സ്വത്ത സംഘടന എന്ന നിലയിൽ ആ സ്വത്വത്തിലെ ആളുകളെ സംഘടിപ്പിച്ച് നടത്തിയ പോരാട്ടങ്ങളായിരുന്നു. ഈ കേരളത്തിലെ മുഴുവൻ മതങ്ങളിൽ പെടുന്ന തൊഴിലാളികളും സംഘടിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടമായിരുന്നില്ലേ? കർഷക തൊഴിലാളി പോരാട്ടങ്ങൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ചരിത്രം നോക്കൂ. ആ കർഷക തൊഴിലാളി പോരാട്ടങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ കർഷക തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്വത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ ഈ രാജ്യത്തെ തൊഴിലാളികൾക്കെതിരായ എല്ലാ കരിനിയമങ്ങൾക്കും എതിരായി രാജ്യത്തെ പൊതുവായ സ്ഥിതിക്കെതിരായി സമരം ചെയ്ത് കർഷക തൊഴിലാളികൾ എന്ന വികാരത്തിൽ സംഘടിച്ച് സമരം ചെയ്തവരാണ്. വിദ്യാർത്ഥി പോരാട്ടങ്ങൾ നോക്കൂ. ഈ കേരളം രൂപപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് വിദ്യാർത്ഥി പോരാട്ടങ്ങളായിരുന്നില്ലേ? ഏതെങ്കിലും വർഗീയമായി സംഘടിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ടതോ ആയ വിദ്യാർത്ഥി സമൂഹമാണോ ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥിപക്ഷ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾ എന്ന വികാരത്തിൽ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ എല്ലാം വ്യത്യാസങ്ങൾക്കപ്പുറമായി ഒരു ക്ലാസ് മുറിയിൽ പോയിരുന്നാൽ അവൻ വിദ്യാർത്ഥി ആയി പ്രതികരിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥി എന്ന വികാരത്തിൽ സംഘടിച്ച് അവൻ നടത്തിയ പോരാട്ടങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറെ പ്രത്യേകതയുള്ള വിദ്യാഭ്യാസ മേഖലയാക്കി മറ്റ് പല സംസ്ഥാനങ്ങളും ഇല്ലാത്ത പല വിദ്യാഭ്യാസ അവകാശങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞൊരു സമൂഹമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയത്. ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ബോധപൂർവം കടന്നു കയറാൻ വർഗീയ ശക്തികൾ വർത്തമാനകാല കേരളത്തിൽ വല്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ മതനിരപേക്ഷ സാഹചര്യത്തെ എങ്ങനെയാണോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഭയപ്പെടുന്നത്, അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്, കേരളത്തിനെതിരായി, കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിനെതിരായി അതിശക്തമായ കടന്നാക്രമണം കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതേ മാതൃകയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു കയറാൻ, വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കക്ഷി MSF ആണ്. അതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ കഴിയും?